മാർച്ച് 1 കേരള ഗവൺമെൻറ്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 178ഓളം വീടുകൾ വയനാട് പുനരധിവാസം, അതായത് മുണ്ടക്കൈ ചൂരൽമലയിൽ വീട് നഷ്ടപ്പെട്ടവരിൽ ആദ്യ ഘട്ടത്തിലെ 178ഓളം ആളുകൾക്ക് വീടുകൾ കൊടുത്തു. ആ വീടുകൾ കൊടുത്തു എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ളൊരു ടൗൺഷിപ്പാണ്. അത് വളരെ കൃത്യമായി ഒരു കൃത്യസമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ വളരെ സ്നേഹത്തോടുകൂടി പിണറായി വിജയനോട് പെരുമാറുന്നതും അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് ഒരു കുട്ടി, ആ കുട്ടി നേരത്തെ നമുക്കറിയാമല്ലോ, അതായത് നരേന്ദ്രമോദി വന്നപ്പോൾ ആ കുട്ടി ഇതുപോലെ തന്നെ ലാളിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടിയെ അദ്ദേഹം മടിയിലിരുത്തി കുറേ നേരം ലാളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനുശേഷം യഥാർത്ഥത്തിൽ അവിടെ DYFIക്കാർ എല്ലാ വീട്ടുകളിലേക്കും 178 TV കൂടി കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടി സിദ്ദിഖ് MLAക്ക് വലിയ കൂവലാണ് കേൾക്കേണ്ടി വന്നത്. പക്ഷെ അത് ഓർഗനൈസ്ഡായി ചെയ്തതാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി കാണാം. കാരണം ടി സിദ്ദിഖ് MLAയുടെ പ്രസംഗത്തിന് കൈയടിക്കുന്ന വസീഫിനെ കൂടി നമുക്ക് കാണാം. അതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ളൊരു കൂവലുണ്ടായി. അതിൽ ഒന്ന് ഈ പറയുന്ന വലിയ രാഷ്ട്രീയ നേട്ടം, കേരളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പുനരധിവാസമാണ് പിണറായി വിജയനും LDF സർക്കാരും നടത്തിയത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. അത്തരത്തിൽ വലിയ നേട്ടമാണത് LDF ഗവൺമെൻറ്റിന് എന്നുള്ള കാര്യത്തിലും എനിക്ക് തർക്കമില്ല. പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നത് പണം എവിടെ എന്നാണ്. ഞാൻ കഴിഞ്ഞ തവണ തന്നെ കണക്കുകൾ കൃത്യമായി പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. വളരെ കൃത്യമായ അതിൻ്റെ കണക്കുകൾ കൂടി ഗവൺമെൻറ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള 600 കോടി രൂപയിലധികം ഗവൺമെൻറ് അതേ അക്കൗണ്ടിൽ തന്നെയുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം. പിണറായി വിജയൻ സർക്കാരിനെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ. പക്ഷേ സർക്കാരിനോടൊപ്പം തന്നെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ട മറ്റൊരു സംഘടന എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരേതാണ്ട് 50ലധികം വീടുകൾ പണി തീർത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരും ഈ പറഞ്ഞ പോലെ അത് ദുരന്തബാധിതർക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അപകടം പറ്റുന്ന, ബുദ്ധിമുട്ടിലായി പോകുന്ന നിരാലംബരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും ഗവൺമെൻറ്റിനുണ്ട്. അതിൽ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് CPM വീടൊന്നും വെച്ചിട്ടില്ല. CPM വീട് വെച്ചിട്ടുണ്ട്. CPM വലിയ തോതിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. കാരണം അവരുടെയാണ് ഗവൺമെൻറ്. കൂടാതെ DYFI അടക്കം 20 കോടി രൂപ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഒരു സംഘടന എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗ് വലിയ ഉത്തരവാദിത്തം കാണിക്കുകയും അത്തരത്തിലുള്ളൊരു പദ്ധതി വളരെ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. മുസ്ലിം ലീഗിനും തീർച്ചയായിട്ടും അഭിനന്ദിക്കാം. കാരണം അവരെ സംബന്ധിച്ചും ഇതൊരു വലിയ നേട്ടമാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വീടുകൾ വെച്ച് കൊടുത്തു എന്നുള്ളത് ഈ രാഷ്ട്രീയ നേട്ടം അവർക്ക് ഉണ്ടാക്കും. കാരണം ഈ ഇലക്ഷനൊക്കെ വലിയ പ്രചരണത്തിന് അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ രണ്ട് സംഘടനകളാണ് അതിഗംഭീരമായി ഈ കാര്യത്തിൽ പ്രവർത്തിച്ചത്. യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും നാണം കെട്ടിട്ടുള്ള ഒരു സംഘടന എന്ന് പറയുന്നത് BJP ആണ്. BJPക്ക് നമ്മുടെ നരേന്ദ്രമോദി ഗവൺമെൻറ്, നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്ന് ഇതെല്ലാം കണ്ടിട്ട് പോയിട്ട് പോലും നമുക്ക് യാതൊരുവിധ പ്രഖ്യാപനവും നടത്തിയില്ല, യാതൊരുവിധ സാമ്പത്തിക സഹായവും നൽകിയില്ല എന്നുള്ളത് BJPയെ ഈ രാഷ്ട്രീയമായി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിൻ്റെയും നില പരുങ്ങലിലാണ്. കോൺഗ്രസ് ഇപ്പോൾ ഓടിപ്പാഞ്ഞ് ഒരു സ്ഥലം കണ്ടുപിടിച്ച് മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അത് പക്ഷേ വീട് പണിയും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇനി എന്ന് പണിയാനാണ്, എപ്പോൾ പണിയാനാണെന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. തൽക്കാലത്തേക്കൊന്ന് പറഞ്ഞു നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വീട് പണിതു എന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസും അതുപോലെ BJPയും അതുപോലെ മറ്റ് സംഘടനകളും ഒക്കെ തന്നെ വളരെ കൃത്യമായി, ഏറ്റവും കുറഞ്ഞ പക്ഷേ കോൺഗ്രസ് എൻഗേജ് ചെയ്തിരുന്നത് ഞങ്ങളും കൂടി ഈ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ CM ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക്, ഈ പ്രത്യേക അക്കൗണ്ടിലേക്ക് ഞങ്ങളെല്ലാവരും തന്നെ പണം കൊടുക്കുമെന്നും ആ പണം കൊടുത്തതിന് ശേഷം വളരെ കൃത്യമായി ഇത് പണിതിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കൂടി പരിശോധിക്കുമെന്നും പറയേണ്ടതിന് പകരം പറ്റാത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വലിയ പുലിവാലാണ് കോൺഗ്രസ് പിടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ LDF ഗവൺമെൻറ്റിനും എൻ്റെ ആശംസകൾ. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തെ കൃത്യമായ ഒരു പുനരധിവാസ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടാവില്ല. അത് നടപ്പിലാക്കിയത് തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയമായി അവർക്ക് നേട്ടമുണ്ടാവില്ല എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതൊരു ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. ഇതൊരു വലിയ മാതൃക സൃഷ്ടിക്കും, ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കും. ഇനി വരാനിരിക്കുന്ന ഗവൺമെൻറ്റുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായാൽ, ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടലുകളോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു കലാമിറ്റീസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെല്ലാം പുനരധിവസിപ്പിക്കേണ്ട ബാധ്യതയിലേക്ക് എത്തുന്ന ഒരു ബെഞ്ച് മാർക്കാണ്
പിണറായി വിജയനും കൂട്ടരും സൃഷ്ടിച്ചിട്ടുള്ളത്. കൂടാതെ മുസ്ലിം ലീഗും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള വലിയ ബാധ്യതയും ഈ ഉത്തരവാദിത്വവും കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ഇതുവഴി ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ആ വഴികളിലേക്ക് നടക്കാതെ ഇനി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് 178 പേർക്കും 56 പേർക്കും കിട്ടിയ വീടുകളുടെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളത്തിൽ പുനരധിവാസങ്ങളുടെ ചരിത്രത്തിൽ ഒരു പ്രത്യേക ഏടെഴുതി ചേർക്കാണ്, ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുകയാണ്. ഇത് വെച്ചുകൊണ്ടായിരിക്കും ഇനി ബാക്കിയുള്ള ഗവൺമെൻറ്റുകൾ ആളുകൾ തുലനം ചെയ്യാൻ പോവുക. അതുകൊണ്ട് തന്നെ ഇത് പണിയാതിരിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ ഇനി വരാനിരിക്കുന്ന ഗവൺമെൻറ്റുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വാഗ്ദാനം നൽകിയാൽ ഇനി മുതൽ ഇത് പണിയാതിരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 2026 ഇലക്ഷനിൽ മുസ്ലിം ലീഗിനും CPM-നും വിശിഷ്ട LDF-നും ഒക്കെ CPI-ക്കും ഒക്കെ തന്നെ വലിയ തോതിൽ ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടം ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ ഉറപ്പ്.